എങ്ങനെയാണ് സൈനസൈറ്റിസിന്റെ ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രിക്കോഷൻസ് അല്ലെങ്കിൽ പ്രതിവിധി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. സൈനസൈറ്റിസ് ഇതിന്റെ പൂർണ്ണ മുക്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ എക്സാക്ട് കോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഹോമിയോപ്പതിയിൽ സൈനസൈറ്റിസ് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനുള്ള മരുന്നുകൾ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു വേദന അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടില് ഒരു താൽക്കാലിക ആശ്വാസത്തിന് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ഡെയിലി ആവി പിടിക്കുക. സൈനസൈറ്റിസിന്റെ ബുദ്ധിമുട്ടുള്ളവർ ഡെയിലി ഉപ്പിട്ട വെള്ളത്തിൽ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ആവി പിടിക്കുക. തുളസിയില അല്ലെങ്കിൽ പനിക്കൂർക്കയുടെ ഇല, ഗ്രാമ്പു, ഇതെല്ലാം നമുക്ക് ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ വേണമെങ്കിൽ നമുക്ക് ആവി പിടിക്കാം. ഡെയിലി ഒരു തവണയെങ്കിലും ഇതുപോലെ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ മാസ്ക് ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ സ്മോക്കിങ് അങ്ങനത്തെ ദുശീലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിവതും നമ്മളുടെ ശീലത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സൈനസൈറ്റിസ് ഉള്ളവര് കഴിവതും തല നിറച്ച് എണ്ണ തേച്ച് കുളിക്കുന്ന ആ ഒരു പ്രവണത ഒഴിവാക്കുക. ഡെയിലി തല നനച്ചില്ല, 1-2 ദിവസം കൂടുമ്പോൾ മാത്രം തല നനയ്ക്കുന്ന ആ ഒരു ശീലം കൊണ്ടുവരിക. പിന്നെ നമ്മളുടെ ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സൈനസിന്റെ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരാനായിട്ട്, അല്ലെങ്കിൽ അതൊന്നും അഗ്രസീവ് ആവാറായിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ ചെറിയ ചൂടുള്ള വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബോഡിയെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ നമ്മുടെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഘടകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം പ്രധാനമായിട്ടും വൈറ്റമിൻ സി ധാരാളമുള്ള നാരങ്ങ, ഓറഞ്ച്, സിട്രസ്, മുസമ്പി, ആപ്പിള്, നെല്ലിക്ക, ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ ചെറു മത്സ്യങ്ങള്, പിന്നെ ഡ്രൈ നട്ട്സുകളൊക്കെ നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിന്റെ ഒരു പൂർണ്ണമുക്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറിനെ കണ്ടിട്ട് എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ സൈനസൈറ്റിസ് വരുന്നത് എന്ന് മനസ്സിലാക്കി അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.